ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്തെ ഫേമസ് പ്ലേസായ കോവളം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ മെയിനായിട്ട് 3 ബീച്ചുകളുണ്ട്. 1 മെയിൻ ബീച്ച്, 2 ഹവ ബീച്ച്, 3 ലൈറ്റ് ഹൗസ് ബീച്ച്. ഈ കാണുന്നതാണ് മെയിൻ ബീച്ച്. കോവളം മുസ്ലിം ജമാഅത്ത് പള്ളിക്ക് സമീപമായിട്ടാണ് മെയിൻ ബീച്ച് വരുന്നത്. പൊതുവെ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് കൊണ്ടുവരിക മെയിൻ ബീച്ചിലേക്കാണ്. അതുകൊണ്ട് ഇവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാൻ അനുവദിക്കുന്നതാണ്. ഇവിടെ മെയിനായിട്ട് നടക്കുന്ന ആക്ടിവിറ്റി ബോട്ടിംഗ് ആണ്. പിന്നെ ഇവിടെ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ചെറിയ ചെറിയ ഷോപ്പുകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വെറൈറ്റി ഫുഡുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ബീച്ചായ ഹവ ബീച്ചിലേക്കാണ്. ഇങ്ങോട്ട് പോകുന്ന പാത്ത് തന്നെ ഒരു വെറൈറ്റി ലുക്കാണ്. പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സീഷൽ ഷോപ്പുണ്ട്. ഇവിടെ ഒരുപാട് കുട്ടി കുട്ടി കളക്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നിന് 10 രൂപയും 20 രൂപയും ഒക്കെയാണ് വരുന്നത്. കോവളത്തിലെ എൻ്റെ ഫേവറേറ്റ് ബീച്ച് ഹവ ബീച്ചാണ്. കോവളത്തിലെ ഏറ്റവും അടിപൊളി ബീച്ച് ഹവ ബീച്ച് തന്നെയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബീച്ചാണിത്. സായിപ്പുമാരും മദാമ്മകളും എല്ലാം വരുന്നത് ഈ ബീച്ചിലേക്കാണ്. മറ്റ് ബീച്ചുകളെ അപേക്ഷിച്ച് കോവളത്തെ ഏറ്റവും വലിയ ബീച്ചാണ് ഈ ഹവ ബീച്ച്. ഓട്ടോയിലാണ് കോവളത്തേക്ക് വരുന്നതെങ്കിൽ അവർ നമ്മളെ നേരെ കൊണ്ടുവിടുക മെയിൻ ബീച്ചിലേക്കാണ്. ടൈം ഉണ്ടെങ്കിൽ എല്ലാ ബീച്ചും എക്സ്പ്ലോർ ചെയ്യാം, അല്ലെങ്കിൽ ഹവ ബീച്ചിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. ഈ ബീച്ചിൻ്റെ പ്രത്യേകത നീറ്റ് ആൻഡ് ക്ലീനുമാണ്. പിന്നെ ഒരുപാട് പാറക്കെട്ടുകളുമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങി കളിക്കാൻ അങ്ങനെ അനുവദിക്കാറില്ല. ഇവിടെ ഒരുപാട് ലൈഫ് ഗാർഡ്സ് ഉണ്ട്. അവരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ഇവിടെ ഇറങ്ങി കളിക്കുക. ഈ ബീച്ചിലാണ് ഒരുപാട് ബീച്ച് റെസ്റ്റോറൻറ്റ്സ് ഉള്ളത്. പിന്നെ ഒരുപാട് ഷോപ്പിംഗ് സ്പോട്ടുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിൻ്റെ പ്രത്യേകത ഇവിടുന്ന് തന്നെ പിടിച്ച ഫിഷിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുക്ക് ചെയ്ത് തരുന്നതാണ്. ഹവ ബീച്ചിലെ റൈറ്റ് എൻഡ് നല്ല അടിപൊളി സ്പോട്ടാണ്. ഇവിടെ അങ്ങനെ ആളുകളൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ നല്ല കാം പ്ലേസ് ആണ്. പക്ഷേ ഈ പാറപ്പുറത്തൊക്കെ കയറുന്നവർ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഹവ ബീച്ചിൻ്റെ ലെഫ്റ്റ് എൻഡിലാണ് നമ്മുടെ 3ാമത്തെ ബീച്ചായ ലൈറ്റ് ഹൗസ് ബീച്ച് ഉള്ളത്. ഹവ ബീച്ചിലാണ് ഒരുപാട് ബീച്ച് ആക്ടിവിറ്റീസ് നടക്കുന്നത്. പാരാസൈലിങ്ങും സ്കൂബ ഡൈവിങ്ങും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒബ്സർവിംഗ് സ്പോട്ടിലേക്കാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഹവ ബീച്ച് മുഴുവനായിട്ട് അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കിയാൽ ലൈറ്റ് ഹൗസ് ബീച്ച് അടിപൊളിയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ലൈറ്റ് ഹൗസ് ബീച്ചിൽ പോയാൽ ലൈറ്റ് ഹൗസിൽ കയറി ഇവിടെയെല്ലാം വീക്ഷിക്കാവുന്നതാണ്. ലൈറ്റ് ഹൗസ് ബീച്ചിൽ പോയാൽ ലൈറ്റ് ഹൗസിൽ കയറി ഇവിടെയെല്ലാം വീക്ഷിക്കാവുന്നതാണ്. പക്ഷേ 6 മണിക്ക് ലൈറ്റ് ഹൗസ് ക്ലോസ് ചെയ്യുന്നതാണ്. ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 20 രൂപയാണ്. സൺസെറ്റ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ നേരെ പോയത് ഇവിടുത്തെ ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കാണ്. ഇവിടുത്തെ ഷോപ്പിംഗ് സ്ട്രീറ്റ് അടിപൊളിയാണ്. പിന്നെ ഒരുപാട് ബീച്ച് റെസ്റ്റോറൻറ്റ്സും ഈ സ്ട്രീറ്റിൽ അവൈലബിൾ ആണ്. ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഗോവൻ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന ഒരു ഫീലിംഗ് ആണ് ലഭിക്കുക. ഇവിടെ ഷോപ്പിങ്ങിന് പറ്റിയ ഒരുപാട് അടിപൊളി ഷോപ്പുകളാണുള്ളത്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇവിടെ നിന്ന് പിടിച്ച മീനിനെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മീനിനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇവർ കുക്ക് ചെയ്ത് തരുന്നതാണ്. ഇവിടുത്തെ ഷോപ്പിലെ ഡ്രസ്സസും ജ്വല്ലറീസൊക്കെ നല്ല യുണീക്ക് കളക്ഷൻ ആയിരിക്കും. അപ്പോൾ വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഷോപ്പിലെ കളക്ഷൻ ഒരുപാട് ഇഷ്ടമാവുന്നതാണ്. ഇവിടെ ഇതുപോലെ ഒരുപാട് ഷോപ്പുകളാണുള്ളത്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.